എല്ലാവർക്കും നമസ്കാരം. ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ഓർത്തു വയ്ക്കേണ്ട പ്രോപ്പർട്ടീസ്, ഒന്ന് ആക്സലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സലറേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി മീൻ പൊസിഷൻ എന്നിവയാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ടൈമിൻ്റെ ഫങ്ഷനായി എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന ഫോമിലും കഴിഞ്ഞ ക്ലാസ്സിൽ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ഫെമിലിയറായ ഒരു മോഷൻ സ്ക്രീനിൽ കാണിക്കാം. സ്ക്രീനിൽ ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഓസിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതോ, സി എ പാർട്ടിക്കിൾ ഈസ് റിവോൾവിംഗ് അറൗണ്ട് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഇത്തരത്തിലുള്ള മോഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയറായ രണ്ട് മോഷൻസാണ് നമ്മളിപ്പോൾ കണ്ടത്, സിമ്പിൾ ഹാർമോണിക് മോഷനും യൂണിഫോം സർക്കുലർ മോഷനും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ സർക്കുലർ മോഷനെ ഞാനൊരു ജിയോജിബ്ര സ്ക്രീനിൽ 3 ഡയമെൻഷനലി കാണിക്കാം. നോക്കൂ, ഇപ്പോൾ നേരത്തെ കണ്ട അതേ മോഷൻ തന്നെയാണ് നിങ്ങൾ 3 ഡയമെൻഷനലി ഒബ്സർവ് ചെയ്യുന്നത്. ഈ മോഷൻ്റെ പ്ലെയിൻ ഞാൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. വളരെ ഗ്രാജുവലായി ഞാൻ ഈ മോഷൻ്റെ പ്ലെയിൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, എന്ത് തരത്തിലുള്ള മോഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് അല്ലേ. പക്ഷേ ഈ പ്ലെയിൻ ഞാൻ പഴയതുപോലെ മാറ്റിയാൽ എന്ത് വ്യത്യാസം വരുന്നു നോക്കൂ, അത് സർക്കുലർ മോഷനായി മാറി. ദാറ്റ് മീൻസ് there is some relationship between uniform circular motion and simple harmonic motion. ഈ റിലേഷൻഷിപ്പ് എന്താണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്നതിന് വേണ്ടി you consider a particle, say P, which is revolving in a circular path with a center O. ഫിഗറിൽ ഞാൻ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദ പോയിന്റ് O ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദി ഒറിജിൻ. ഈ ഒറിജിനെ നമുക്ക് ഈ P എന്ന പാർട്ടിക്കിളുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. സോ ദിസ് വിൽ ബി ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ദ വെക്റ്റർ OP is making an angle say phi with the positive direction of x axis. ഇവിടെയൊക്കെ നിങ്ങൾ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ആയാണ് മെഷർ ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക. ദിസ് ഫൈ ഈസ് കോൾഡ് ദ ഇനിഷ്യൽ ഫേസ് ഓർ ഫേസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് വെൻ t is equal to 0, the vector OP is making an angle phi with the positive x-axis. Now let's assume this particle is moving along the circumference of the circle in an anti-clockwise direction. So in time t, let the particle reach this particular point. If omega is the constant angular frequency of the particle, we can say this angle covered in time t is omega times t. That means this angle is now omega t. At this instant t, you see what is the phase of the particle? We know phase of the particle means the angle between the vector OP and the positive x-axis. Now you can see that angle is omega t plus phi. Now I am going to drop a perpendicular from P to the x-axis. That perpendicular intersects the x-axis at a particular point. Let's mark that point as Px dash. Now I have a vector OPX dash, and that vector is called projection of the vector OP on the x-axis. Now let's try to get the value of this vector OPX dash. If the vector OP equals A, you can see this vector OPX dash equal to A cos omega t plus phi. If we take OPX dash is equal to x, we can write
x is equal to a cos omega t plus phi. എന്താ ഈ x equals a cos omega t plus phi? It is nothing but the defining equation of SHM. Its meaning is, when the particle P moves along the circumference of the circle, its projection x will follow simple harmonic motion. അതായത് പി എന്ന പാർട്ടിക്കിൾ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഒ പി എക്സ് ഡാഷ് എന്ന വെക്റ്റർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോളോ ചെയ്യും. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ പി എന്ന പോയിന്റ് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പി എക്സ് ഡാഷ് എന്ന പോയിന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇത് ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പി എന്ന പോയിന്റിനെ ഈ സർക്കുലർ പാത്തിലൂടെ ഒന്ന് മൂവ് ചെയ്യിച്ച് നോക്കാം. പി എക്സ് ഡാഷ് എന്ന പോയിന്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പി എന്ന പോയിന്റ് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ പി എക്സ് ഡാഷ് എന്ന പോയിന്റ് സിമ്പിൾ ഹാർമോണിക്കലി മൂവ് ചെയ്യുന്നതായി കാണാം. സോ വി ക്യാൻ സീ പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഓൺ എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഫോളോസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങൾ ഈ കാണുന്ന ഫിഗറിൽ നിന്നും നമുക്ക് രണ്ട് റിസൾട്ടുകൾ കൂടി ഫോം ചെയ്യിക്കാൻ പറ്റും. യു അസ്യൂം ഒമേഗ ടി പ്ലസ് ഫൈ ഈക്വൽസ് 0. ഒമേഗ ടി പ്ലസ് ഫൈ 0 ആയി മാറുമ്പോൾ ഒ പി വിൽ ബിക്കം ഈക്വൽ ടു ഒ പി എക്സ് ഡാഷ്. ഇൻ ദിസ് കേസ് ഒ പി ആൻഡ് ഒ പി എക്സ് ഡാഷ് ബിക്കം ഈക്വൽ. ആൻഡ് ദെൻ യു ക്യാൻ സീ x is becoming a maximum. That is, when the phase of the particle is 0, the displacement is positive maximum. Phase of the particle pi ആയി മാറുമ്പോൾ ഈ കാണുന്നതായിരിക്കും പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. നോക്കൂ, now px dash is on the negative maximum. So when the phase of the particle is 0 or pi, the displacement of the particle will be a maximum. Now let's make omega t plus phi equals pi by 2. So the position of the particle will be at this point. Now you see what is happening to the vector OPX dash. You can see it is reducing to 0. That is, when phase of the particle is pi by 2, the displacement of the particle becomes 0. If the phase of the particle is 3 pi by 2, then also the displacement of the particle will become 0. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒ പി എന്ന വെക്ടറിൻ്റെ പ്രൊജക്ഷൻ എക്സ് ആക്സിസിലേക്കാണ് എടുത്തത്. നമുക്ക് ഇനി ഇതൊന്ന് വൈ ആക്സിസിൽ ചെയ്ത് നോക്കാം. ഐ എം ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് പി ടു ദ വൈ ആക്സിസ്. And you can see that perpendicular is cutting the y-axis at a point. Let's mark that point as py dash. So OPy dash is the projection of the vector OP on vertical axis. And now you can see the vector OPy dash that we can take as y, and y is equal to a sin omega t plus phi. A sin omega t plus phi also is a definition for simple harmonic motion. അതിൻ്റെ മീനിങ് എന്താ? When the particle P moves along the circumference of the circle, Py also has to follow simple harmonic motion. നമുക്ക് അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാൻ പി എന്ന ഈ പോയിന്റിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. യു സി വാട്ട് ഹാപ്പൻസ് ടു ദ പോയിന്റ് പി വൈ ഡാഷ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫിഗറിൽ നിന്നും it is clear that when the particle P moves along the circumference of the circle, its projection on the diameter of the circle follows simple harmonic motion. ഇനി നമുക്ക് ഈ രണ്ട് പ്രൊജക്ഷൻസും കൂടി ഒരുമിച്ചൊന്ന് കണ്ടാലോ. ഒ പി എന്ന വെക്ടറിൻ്റെ എക്സ് ആക്സിസിലെ പ്രൊജക്ഷനെ ഞാൻ പി എക്സ് ഡാഷ് എന്നും വൈ ആക്സിസിലെ പ്രൊജക്ഷനെ പി വൈ ഡാഷ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിഗറിലേക്ക് നന്നായി നോക്കൂ. ഐ എം ഗോയിങ് ടു റൊട്ടേറ്റ് ദ പോയിന്റ് പി. സി, പി എന്ന പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പി എക്സും പി വൈയും സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതായി കാണാം. പി എക്സിൻ്റെയും പി വൈയുടെയും സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ.
അത് രണ്ടും പോസിറ്റീവ് മാക്സിമത്തിലെത്തുന്നത് ഒരേ സമയത്താണോ? അല്ല, ഒരു π/2 ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ π/2 ഡിഫറൻസ് വന്നത് എക്സ് കൊസൈൻ ഫംഗ്ഷനായും വൈ സൈൻ ഫംഗ്ഷനായും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്നും ക്ലിയർ ആണ്. കോസ് ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. സോ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഡിസ്കഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് ഇതാണ്: പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഓൺ എനി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഫോളോസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. This is the relationship between simple harmonic motion and uniform circular motion. ഇനി അങ്ങോട്ട് വരുന്ന ഡിസ്കഷനിലൊക്കെ യൂണിഫോം സർക്കുലർ മോഷൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്കസ് ചെയ്യുക. ഈ പാർട്ടിക്കിളിനെ നമുക്ക് റെഫറൻസ് പാർട്ടിക്കിൾ എന്നും അത് മൂവ് ചെയ്യുന്ന സർക്കിളിനെ ഇനി മുതൽ നമ്മൾ റെഫറൻസ് സർക്കിൾ എന്നും വിളിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടു യൂണിഫോം സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ വളരെ ക്ലോസ് ആയ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, സർക്കുലർ മോഷനിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും ഒന്നാണെന്ന് വിചാരിക്കരുത്. ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ റെഫറൻസ് സർക്കിളിനെ ഒന്ന് യൂസ് ചെയ്ത് പരിചയപ്പെടുന്നതിന് വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. ഫിഗർ കറസ്പോണ്ട്സ് ടു എ സർക്കുലർ മോഷൻ. The radius of the circle, the period of revolution, the initial position and the sense of revolution are indicated in the figure. ഈ ഫിഗർ കൂടി വരയ്ക്കൂ. ഫിഗറിൽ നിങ്ങൾക്കൊരു റെഫറൻസ് സർക്കിൾ കാണാം. The radius of the circle is 2 meter. So the amplitude of simple harmonic motion also will be 2 meter. The center of the circle is marked as O. When t equal to 0, see P is the position of the particle, that is the initial position of the particle, and in the question they say the particle is rotating in anti-clockwise direction. ഈ സെൻസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അതാണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നതാണ്. ഇവിടെ ഫിഗറിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ദ പാർട്ടിക്കിൾ റൊട്ടേറ്റ്സ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യൂ. ഒബ്റ്റെയിൻ ദ ഇക്വേഷൻസ് ഓഫ് കറസ്പോണ്ടിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ദ എക്സ് പ്രൊജക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്റ്റർ ഓഫ് ദ റിവോൾവിംഗ് പാർട്ടിക്കിൾ പി. സി, ഈ ഫിഗറിൽ at t equal to 0, P is the position of the particle. ഇതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. We know the equation for simple harmonic motion, x is equal to a cos omega t plus phi. You see the figure, what is the value of amplitude? Amplitude of simple harmonic motion is equal to the radius of the circle, and radius of the circle is 2 meter. So we have the amplitude of SHM A equals 2 meter. Now let's calculate the value of the term omega t. We have omega t equals 2 pi by t into t. What is this capital T? That is period of SHM. Period of SHM is given in the question, 4 seconds. Let's substitute the value. So omega t equals 2 pi by 4 into t. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് പൈ ബൈ 2 ഇൻറ്റു ടി. സോ വി ഹാവ് ഒമേഗ ടി ഈക്വൽസ് പൈ ടി ബൈ 2. ഇനി നമുക്ക് വേണ്ടത് ദ വാല്യൂ ഓഫ് ഫൈ ആണ്, ദ ഇനിഷ്യൽ ഫേസ് ആണ്. സോ ഇൻ ദ ക്വസ്റ്റ്യൻ ദേ സേ ഇനിഷ്യലി ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് ദ പോയിന്റ് പി. നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ ഫേസ് മാർക്ക് ചെയ്യാം. വി നോ ഫേസ് ഈസ് ദി ആംഗിൾ the radius vector OP makes with the positive x direction. That means this is the initial phase, and you can see the initial phase is nothing but pi. So what is the phase? Phase is omega t plus phi. This is equal to pi t by 2 plus pi, or we can write
x is equal to a cos pi t by 2 plus pi. ഈ കൊസൈൻ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിലേക്ക് നോക്കൂ. ഒരു പൈ എന്ന ആംഗിൾ പൈ ടി ബൈ 2വിനോടൊപ്പം ആഡ് ചെയ്തിരിക്കുന്നു. ഒരു കൊസൈൻ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിൽ ഒരു പൈ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു കോസ് ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ കാണാം. യു സി വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 കോസ് തീറ്റ ഈക്വൽ ടു 1. വെൻ തീറ്റ ബിക്കംസ് പൈ, സി കോസ് പൈ ഈസ് ഈക്വൽ ടു -1. തീറ്റ 2π ആയി മാറിയപ്പോഴോ കോസ് തീറ്റ വീണ്ടും +1 ആയി മാറി. വെൻ തീറ്റ ബിക്കംസ് 3π കോസ് തീറ്റ ബിക്കംസ് -1. അതിൻ്റെ മീനിങ് എന്താ? പൈ എന്ന ഒരു ആംഗിൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ കോസ് തീറ്റയുടെ സൈൻ ചേഞ്ച് ചെയ്തു. അങ്ങനെ സൈൻ ചേഞ്ച് ചെയ്യും എന്ന് കാണിക്കാൻ നമുക്ക് എക്സിന് ഒരു നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതിയല്ലോ. സോ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? എക്സ് ഈക്വൽസ് -a cos pi t by 2. What is the amplitude value? Amplitude is 2 meter. So the equation becomes x is equal to -2 cos pi t by 2 meter. So this is the equation for the simple harmonic motion. നിങ്ങൾക്കൊരു ഹോംവർക്കായി ചെയ്യുന്നതിനായി ഞാൻ ഈ ക്വസ്റ്റ്യനെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ചെയ്യുന്നതിനായി ഞാൻ ഒരു ഫിഗർ കൂടി തരാം. ഈ കാണുന്ന ഫിഗർ വരയ്ക്കൂ. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 3 centimeter. The period of circular motion is 2 seconds. The particle is at this particular point at t is equal to 0. And in this case, let's assume the particle rotates clockwise. That sense of revolution also is shown in the figure. ഇവിടെയും പി എന്ന പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഒ പി എന്ന വെക്ടറിൻ്റെ എക്സ് ആക്സിസിൻ്റെ പ്രൊജക്ഷൻ ഡിറ്റർമിൻ ചെയ്യുക. അതിൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഫോം ചെയ്യിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദ പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ്. അപ്പോൾ ആദ്യം ഇനിഷ്യൽ ഫേസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിഷ്യൽ ഫേസിൽ നിന്നും ഫേസ് ഇൻക്രീസ് ചെയ്യുകയാണോ അതോ ഡിക്രീസ് ചെയ്യുകയാണോ എന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടിരുന്നു. ഓൾവേസ് ദർ ഇസ് എ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ എക്സെപ്റ്റ് വെൻ ഇറ്റ് ഈസ് അറ്റ് ദ മീൻ പൊസിഷൻ. അങ്ങനെ ഒരു പാർട്ടിക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണ്ടേ? നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റെഫറൻസ് സർക്കിൾ എടുക്കാം. ലെറ്റ് പി ഈസ് ദി റെഫറൻസ് പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ റെഫറൻസ് സർക്കിൾ. ലെറ്റ്സ് ജോയിൻ ദ ഒറിജിൻ വിത്ത് ദ പാർട്ടിക്കിൾ. ലെറ്റ് ദ വെക്ടർ ഒ പി ഈക്വൽസ് എ. ഈ പി എന്ന പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. വി ഈക്വൽസ് ആർ ഒമീഗ. ഹിയർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഇൻ ദിസ് കേസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ടേക്കൺ ആസ് എ. സോ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എ ഒമീഗ. യൂണിഫോം സർക്കുലർ മോഷനിൽ നമ്മൾ കണ്ടതാണ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് ആക്ടിംഗ് ത്രൂ ദ ടാൻജൻറ്റ് ടു ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. So this will be the direction of velocity and the magnitude of velocity is a omega. നമുക്ക് പി എന്ന പാർട്ടിക്കിളിൻ്റെ ഫേസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഫേസ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദ വെക്ടർ ഒ പി. സോ ഈ കാണുന്നതാണ് പാർട്ടിക്കിളിൻ്റെ ഫേസ്. ലെറ്റ്സ് മാർക്ക് ഇറ്റ് ആസ് ഒമേഗ ടി പ്ലസ് 5. നൗ ലെറ്റ്സ് ഡ്രോ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് പി. ഈ കാണുന്ന ആംഗിളിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് നോക്കൂ. ഈ രണ്ട് ലൈൻസും പാരലാണ്. സോ ദിസ് ആംഗിൾ ഈസ് ഒമേഗ ടി പ്ലസ് 5. നമ്മൾ നേരത്തെ കണ്ടു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ആക്ടിംഗ് ത്രൂ ദ ടാൻജൻറ്റ്. സോ എ ഒമേഗ ഈസ് ത്രൂ ദ ടാൻജൻറ്റ് ആൻഡ് ഒ പി ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, വിച്ച് ഇംപ്ലൈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഒ പി ആൻഡ് എ ഒമേഗ ഈസ് 90. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും നോക്കൂ. This is 90 minus omega t plus 5. ഈ എ ഒമേഗ എന്ന വെലോസിറ്റിയുടെ എക്സ് കോമ്പണൻ്റ് നമുക്ക് എടുക്കാം. ഇതായിരിക്കും അതിൻ്റെ എക്സ് കോമ്പണൻ്റ്. അത് തന്നെയാണ് പി എക്സ് ഡാഷ് എന്ന പോയിൻറ്റിൻ്റെ വെലോസിറ്റിയും.
ഫിഗറിൽ നിന്നും വളരെ ഡയറക്റ്റായി നമുക്ക് ആ കോമ്പണന്റ് എഴുതാൻ പറ്റും. V equals a omega cos 90 minus omega t plus phi. But we know cos 90 minus theta is sin theta. So this equation becomes V equals a omega sin omega t plus phi. നിങ്ങൾ ഫിഗറിൽ നോക്കൂ, this velocity is acting opposite to the positive x direction. So let's give a negative sign also. V equals minus a omega sin omega t plus phi. This is the equation for the velocity in simple harmonic motion. And you can see velocity also is a function of time. So the velocity of simple harmonic oscillator is varying continuously. ഈ റെഫറൻസ് സർക്കിളിൻ്റെ സഹായമില്ലാതെ കാൽക്കുലസ് മെത്തേഡിലൂടെയും നമുക്ക് വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വളരെ ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ മെത്തേഡ് കൂടി ഒന്ന് കാണാം. We have the position x equals a cos omega t plus. We know the instantaneous velocity is given by v equals dx by dt or v equals d by dt of a cos omega t plus phi. നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. a is a constant, so we can write it as v equals a into, ഇനി നമുക്ക് വേണ്ടത് കോസിൻ്റെ ഡിഫറൻഷ്യലാണ്. The differential of cos is minus sin. So this becomes a into minus sin omega t plus phi. Differentiation complete ആയിട്ടില്ല. omega t യെ കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. You know, omega is constant and t is a variable. So this is to be multiplied with omega. So you will get velocity equals minus a omega sin omega t plus phi. So ഇങ്ങനെയും വെലോസിറ്റിയുടെ ഇക്വേഷൻ കാൽക്കുലസ് മെത്തേഡിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ വെലോസിറ്റിയുടെ റിലേഷനിൽ നിന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് റിസൾട്ടുകൾ കിട്ടും. യു കൺസിഡർ ദ മീൻ പൊസിഷൻ. നമ്മൾ നേരത്തെ കണ്ടു, അറ്റ് ദ മീൻ പൊസിഷൻ ഒമേഗ ടി പ്ലസ് ഫൈ ഈക്വൽസ് പൈ ബൈ 2. എന്തായിരുന്നു വെലോസിറ്റിക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ? വി ഈക്വൽസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഞാനവിടെ ആ നെഗറ്റീവ് സൈൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നത്. സോ വി ഈക്വൽസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. യു സി അറ്റ് ദ മീൻ പൊസിഷൻ ഒമേഗ ടി പ്ലസ് ഫൈ ഈക്വൽസ് പൈ ബൈ 2. സോ വാട്ട് വിൽ ബി ദ വെലോസിറ്റി? വി ഈക്വൽസ് a omega, and a omega is the maximum value of velocity. So we are getting the result that the velocity of a simple harmonic oscillator at the mean position is maximum, and the maximum velocity is a omega. Now let's go to the extreme position. At the extreme position omega t plus phi equals 0. വെലോസിറ്റിയുടെ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. v equals a omega sin 0. Sin 0 is 0. So the velocity becomes 0. So remember, velocity of a simple harmonic oscillator is minimum at the extreme point, and it is maximum at the mean position, and the maximum velocity at the mean position is a omega. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി മനസ്സിലാക്കാൻ നമുക്കൊരു റിയൽ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ ആക്കി എഴുതൂ അത്. The piston in the cylinder head of a locomotive has a stroke, within bracket you write, twice the amplitude of 1 meter. If the piston moves with a simple harmonic motion with an angular frequency of 200 radians per minute, what is its maximum speed? See, question നോക്കൂ. The piston in the cylinder head of a locomotive. A piston is moving simple harmonically inside the cylinder. And the stroke is given to be 1 meter. Stroke എന്താണ് എന്നവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. That is twice the amplitude. So we can say 2a equals 1 meter. The angular frequency of motion is 200 radians per minute. Angular frequency, omega. Omega equals 200 radians per minute. We have to convert to the SI unit. So it is 200 by 60 radians per second. On calculation, it will become 10 by 3 radians per second.
എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കൂ. വാട്ട് ഈസ് ദ മാക്സിമം സ്പീഡ്? വി നോ ദ മാക്സിമം സ്പീഡ് ഈക്വൽസ് എ ഒമേഗ. എയുടെയും ഒമേഗയുടെയും വാല്യൂസ് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈസ് 0.5. സോ വി മാക്സിമം ഈക്വൽസ് 0.5 ഇൻറ്റു 10/3 which is 5/3. On calculation you will get it as 1.67 meter per second. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൽ നിന്നും നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഫോം ചെയ്യിച്ചു. ആ വെലോസിറ്റി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായി നമ്മൾ കണ്ടു. ഈ വെലോസിറ്റിയെ പൊസിഷൻ്റെ ഫങ്ഷനാക്കിയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളത് ഒരു അസൈൻമെൻറ്റായി ശ്രമിക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, എഴുതൂ. ഷോ ദാറ്റ് ദ വെലോസിറ്റി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ when it has a displacement x from the mean position is v equals minus omega into root of a square minus x square. ഇവിടെ നിങ്ങൾക്ക് കാണാം, വെലോസിറ്റിയെ ഞാൻ ടൈമിൻ്റെ ഫംഗ്ഷനായി അല്ല റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, പകരം വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ചെയ്യേണ്ടത് വളരെ ഈസിയാണ്. യു സ്റ്റാർട്ട് വിത്ത് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. വി ഈക്വൽസ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. നിങ്ങൾ ചെയ്യേണ്ടത് ആ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന ടേമിനെ റീപ്ലേസ് ചെയ്യണം. ബിക്കോസ് അതിനകത്താണ് ടൈം ഉള്ളത്. ആ ടൈം മാറ്റിയിട്ട് നമുക്ക് അവിടെ എക്സ് കൊണ്ടുവരണം. സൈൻ ഒമേഗ ടി പ്ലസ് 5 റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷനാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 എന്നത്. അതിൽ നിന്നും സൈൻ സ്ക്വയർ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഈ ഫോമിൽ നിങ്ങൾ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ഒന്ന് റീപ്ലേസ് ചെയ്യൂ. അങ്ങനെ റീപ്ലേസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. എല്ലാവരും ആ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റിയുടെ കൂടുതൽ കാര്യങ്ങളും ആക്സിലറേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.